ഹായ് ഓൾ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ ടെമ്പററി മാറ്റർ എന്ന ഷോർട്ട് സ്റ്റോറിയാണ് റിട്ടൺ ബൈ ജുംബ ലാഹിരി. ലെറ്റ്സ് സീ ദ സ്റ്റോറി. ജുംബ ലാഹിരി ഒരു അമേരിക്കൻ റൈറ്ററാണ്, ബോൺ ഇൻ ലണ്ടൻ. അവരുടെ മേജർ വർക്ക്സ് ദ നെയിം സേക്ക്, ദ ലോ ലാൻഡ് ഒക്കെയാണ് അവരുടെ മേജർ വർക്ക്സ്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. എ ടെമ്പററി മാറ്റർ. ഇതിൽ രണ്ട് ക്യാരക്ടേഴ്സാണ്, ശോഭ ആൻഡ് സുകുമാർ. അവർ കപ്പിൾസാണ്, ബട്ട് ഒത്തിരി സംസാരമൊന്നും ഇല്ലാത്ത രണ്ട് കപ്പിൾസ്, ഭയങ്കരമായ ഡിസ്റ്റൻസ് ഉള്ള രണ്ടു പേർ. ഇതൊരു തേർഡ് പേഴ്സൺ നറേറ്റീവ് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു സ്റ്റോറി തുടങ്ങുമ്പോൾ തന്നെ ഹസ്ബൻഡായ സുകുമാർ ഹൗസ് ഹോൾഡ് വർക്ക്സിൽ എൻഗേജ് ചെയ്തിരിക്കുന്നതാണ് ആദ്യം കാണുന്നത്. ശോഭ ഒരു വർക്കിംഗ് പേഴ്സൺ ആണ്. പെട്ടെന്നൊരു ദിവസം ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്നും ഒരു ലെറ്റർ വരുന്നു. സ്നോഫോൾ കാരണം 5 ദിവസത്തേക്ക് പവർ സപ്ലൈ ഉണ്ടാവത്തില്ല വൈകുന്നേരം സമയങ്ങളിൽ. അപ്പോൾ ഇവർ വൈകുന്നേരം സമയത്ത്, ആ ഒരു ഒഴിവ് സമയത്തൊക്കെയാണ് ടി വിയുടെ മുമ്പിലൊക്കെ സ്പെൻഡ് ചെയ്യുന്നത്. ആകെ ഒരു റിലാക്സേഷൻ എന്ന് പറഞ്ഞാൽ ടി വി കാണുക, അതാണ്. അപ്പോൾ വൈകുന്നേര സമയത്ത് പവർ സപ്ലൈ ഇല്ല എങ്കിൽ അവർക്ക് അങ്ങനെ ഒരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവത്തില്ല. അങ്ങനെ അവർ പെട്ടെന്ന് തീരുമാനിക്കുന്നു, ആ ഒരു 5 ദിവസം രാത്രി സമയങ്ങളിൽ, പവർ സപ്ലൈ ഇല്ലാത്ത സമയങ്ങളിൽ ഒരുമിച്ച് സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. ഡിന്നർ കഴിച്ചുകൊണ്ട് സ്പെൻഡ് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നു. എന്നിട്ട് ഈ ഒരു സ്റ്റോറി ഒരു 6 മാസം മുമ്പിലോട്ടാണ് പോകുന്നത്. അവിടെ അവരുടെ കുഞ്ഞ് മരിക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. എന്താ റീസൺ അങ്ങനെയൊന്നും പറയുന്നില്ല. ജനിക്കുന്ന ടൈമിൽ കുട്ടി മരിച്ചു പോകുന്നു. ആ ഒരു ഇൻസിഡൻ്റാണ് ഇവരുടെ റിലേഷൻ വേഴ്സ് ആക്കാനുള്ള കാരണം. കുട്ടി മരിക്കുന്ന ടൈമിൽ സുകുമാർ നാട്ടിലുണ്ടായിരുന്നില്ല. ജോലി സംബന്ധമായ എന്തോ ഒരു ആവശ്യത്തിന് പുറത്തേക്ക് പോകുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അങ്ങനെ ഡെലിവറി കഴിയുന്നു, കുഞ്ഞു മരിക്കുന്നു. പക്ഷെ അവൻ തിരിച്ചു വരുന്ന ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് ശോഭയ്ക്ക് അറിയത്തില്ല. ശോഭയുടെ അമ്മയും ആൾക്കാരൊക്കെ സുകുമാറിനെ ഭയങ്കരമായ രീതിയിൽ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ ഒരു ടൈം ഉണ്ടായിരുന്നില്ല, ഇല്ലാത്തത് കൊണ്ടാണ് കുഞ്ഞു മരിച്ചത്, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആ ഒരു 5 days പവർ സപ്ലൈ ഉണ്ടാകത്തില്ലല്ലോ. അങ്ങനെ ഇവർ ഒരു ക്യാൻഡിൽ തെളിയിച്ച് അതിന് മുന്നിലിരുന്ന് സംസാരിക്കാനായിട്ട് ഡിസൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇവൾ പണ്ടത്തെ കഥകളൊക്കെ ഇരുന്ന് പറയാണ്. പണ്ട് ഗ്രാൻഡ് മദർ ഒരുപാട് സ്റ്റോറീസ് പറഞ്ഞു തരും, പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, എന്നിട്ട് കുറച്ച് സീക്രട്സൊക്കെ റിലീവ് ചെയ്യും എന്നും പറയുന്നുണ്ട്. അതുപോലെ ആ ഒരു 5 ദിവസം ഓരോ ദിവസം ഓരോ സ്റ്റോറീസ് വെച്ച് നമുക്കും പറഞ്ഞാലോ എന്ന് ശോഭ സുകുമാറിനോട് ചോദിക്കുകയാണ്. They decided to share some stories and secrets and they started talking each other. ഓരോ ഡേ ബൈ ഡേ ആയിട്ടാണ് അടുത്ത സ്റ്റോറി ഇങ്ങനെ പോകുന്നത്. അപ്പോൾ ഓരോ ഈവനിങ് ഇങ്ങനെ ആകാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കും ഓരോ സ്റ്റോറീസ് പറയാൻ. ഫസ്റ്റ് ഡേ അവർ ആദ്യത്തെ മീറ്റിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ശോഭ കണ്ടത്, സുകുമാർ എങ്ങനെയായിരുന്നു, ആ ഒരു ഇൻസിഡൻറ്റ്, അവരുടെ ഫസ്റ്റ് ഡേറ്റ്, കഴിക്കാൻ പോയത്, ആ ഇൻസിഡൻസിനൊക്കെയാണ് ഫസ്റ്റ് ഡേയിൽ പറയുന്നത്. സെക്കൻഡ് ഡേയിൽ പറയുന്നത് സുകുമാറിൻ്റെ അമ്മയെ ഒത്തിരി ഇഷ്ടമായിരുന്നു, ബട്ട് ശോഭയ്ക്ക് അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് അല്ലായിരുന്നു. അങ്ങനെ ഒരു ഡേ സുകുമാറിൻ്റെ അമ്മ സുകുമാറിനെയും ശോഭയും കാണാനായിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ ഇവളത് കാണാനായിട്ട് ഇഷ്ടം കാണിക്കുന്നില്ല. പെട്ടെന്ന് പറയും, എനിക്ക് ജോലിയുണ്ട്, പുറത്തേക്ക് പോകണം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ ഒരു ചീറ്റിംഗ് ആണല്ലേ. അപ്പോൾ സുകുമാറും തിരിച്ചു പറയും, ഞാൻ എൻ്റെ ബോർഡ് എക്സാമിൽ ഇങ്ങനെ ഒരു ചീറ്റിംഗ് കാണിച്ചിട്ടുണ്ട് എന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സ്റ്റോറി പറയുകയാണ്. അപ്പോൾ കുട്ടി മരിക്കുന്നതിന് മുമ്പ് വരെയുള്ള സമയം അവൾ നന്നായി കുക്കിങ്ങിനൊക്കെ ഒത്തിരി ഇഷ്ടം, ആൾക്കാർ വരുമ്പോൾ ഫുഡ് സെർവ് ചെയ്യാനൊക്കെ നല്ല ഇഷ്ടമായിരുന്നു. പക്ഷേ കുട്ടി മരിച്ചതിന് ശേഷമൊക്കെ ഭയങ്കരമായിട്ട് ആൾ ടോട്ടലി ചേഞ്ചായി. ഹൗസ് ഹോൾഡ് കാര്യങ്ങളൊക്കെ സുകുമാറാണ് നോക്കുന്നത്. ശോഭ എൻഗേജ് ഇൻ ഹർ വർക്ക്. സുകുമാർ ജോലിയൊക്കെ മാറ്റി വെച്ച്, ജോലിയിൽ നിന്നൊക്കെ രാജിവെച്ച് വീട്ടുകാര്യങ്ങൾ നോക്കാനായിട്ട് തുടങ്ങി. പക്ഷേ ശോഭ ജോലിയിൽ മുഴുകാനായിട്ടും തുടങ്ങി. ഇങ്ങനെ തേർഡ് ഡേ അവരിങ്ങനെ ഈഗേർലി വെയിറ്റിംഗ് ആണ് ഓരോ ഈവനിങ്സ് ഇങ്ങനെ ആകാനായിട്ട്. ഇങ്ങനെ തേർഡ് ഡേ ആകുമ്പോഴേക്കും ശോഭ സുകുമാറിൻ്റെ ബർത്ത്ഡേക്ക് ഒരു ഗിഫ്റ്റായി കൊടുത്തിരുന്ന ഒരു സ്വെറ്ററാണ്. അപ്പോൾ സുകുമാർ പറഞ്ഞിരുന്നത് ആ ഒരു സ്വെറ്റർ കളഞ്ഞുപോയി, എവിടെയോ നഷ്ടപ്പെട്ടു പോയി എന്നാണ്. പക്ഷേ സത്യം എന്ന് പറഞ്ഞാൽ ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ സെല്ല് ചെയ്തു. ഹി സെൽസ് എ സ്വെറ്റർ.
അപ്പോൾ അത് സുകുമാർ തേർഡ് ഡേ റിലീവ് ചെയ്യാണ്, ഞാനത് എൻ്റേത് നഷ്ടപ്പെട്ടതല്ല, ഞാനത് സെല്ല് ചെയ്തതാണ് എന്ന് ആ ഒരു കള്ളം അവിടെ പറയാണ്. അപ്പോഴത്തേക്ക് ശോഭ തിരിച്ചും പറയും, ഒരു ദിവസം ബോസുമായിട്ടും മറ്റ് മേറ്റ്സുമായിട്ടും ഇങ്ങനെ ഫുഡ് കഴിക്കാൻ റെസ്റ്റോറൻറ്റിൽ പോയ സമയത്ത് ബോസിൻ്റെ മുഖത്തൊരു ഫുഡിൻ്റെ എച്ചിലിങ്ങനെ ഇരിക്കുന്ന കണ്ടു. അപ്പോൾ കണ്ടിട്ട് എനിക്ക് വേണമെങ്കിൽ അത് പറയാമായിരുന്നു, മുഖത്തിങ്ങനെ ഉണ്ട്. ബട്ട് ഷീ ഡിഡ്ന്റ് സേ. ആൾക്കാരുടെ മുമ്പിൽ ഇങ്ങനെ കളിയാകുന്നെങ്കിൽ കളിയാക്കിക്കോട്ടെ എന്നിങ്ങനെ വിചാരിച്ച് അതവിടെ പറഞ്ഞില്ല. അപ്പോൾ തേർഡ് ഡേ ഒക്കെ ആയപ്പോൾ ഇവർ തമ്മിലിങ്ങനെ ഇൻറ്റിമസി ഇങ്ങനെ കൂടിക്കൂടി വരാൻ തുടങ്ങി. ആൻഡ് ദേ കിസ്സസ് ഈച്ച് അതർ. അങ്ങനെ ഫോർത്ത് ഡേ ആവുന്നു. ഫോർത്ത് ഡേ ഇങ്ങനെ ഓരോ എന്ത് സ്റ്റോറീസ് പറയണം എന്നിങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും ഒരു നോട്ടീസ് വരികയാണ്, പവർ സപ്ലൈ നെക്സ്റ്റ് ഡേ നോ പ്രോബ്ലം, പവർ സപ്ലൈ വിൽ ബി പഴയതുപോലെ ആകുമെന്നൊരു നോട്ടീസ് വരികയാണ്. എന്നിട്ടും ഇവർ സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നുണ്ട്. അങ്ങനെ ഫിഫ്ത്ത് ഡേ പവർ സപ്ലൈ ഉണ്ട്, എന്നാലും ഇവർ സംസാരിക്കുകയാണ്. ക്യാൻഡിലൊക്കെ കത്തിച്ച് വെച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം ശോഭ പറയും, ഇനി ആ ലൈറ്റ് ഓൺ ചെയ്യൂ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ വേറെ പറയാനുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ സുകുമാർ ലൈറ്റ് ഓൺ ചെയ്യുന്ന സമയത്ത് ശോഭ പറയും, ഞാൻ വേറൊരു ഫ്ലാറ്റ് എടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്, എനിക്കിനി ഇവിടെ നിൽക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്ന് പറയുന്നു. അറ്റ് ദ ടൈം സുകുമാർ വാസ് വെരി ഷോക്ക്ഡ്. കാരണം ഇങ്ങനെ ഇൻറ്റിമസി കൂടി വളരെ ക്ലോസ് അറ്റാച്ച്ഡ് ആയിട്ട് ആ ഒരു ഡിസ്റ്റൻസ് ഒക്കെ മാറി വന്ന സമയത്താണ് ഇങ്ങനെ പെട്ടെന്ന് ശോഭ പറഞ്ഞപ്പോൾ സുകുമാർ ആകെ തകർന്നു പോയി. അങ്ങനെ സുകുമാർ ഭയങ്കരമായിട്ട് വയലൻ്റ് ആവുകയും പണ്ടത്തെ കാര്യം, കുഞ്ഞ് മരിച്ചപ്പോൾ നടന്ന കാര്യമൊക്കെ ഇങ്ങനെ ശോഭയോട് പറയും. കുട്ടിയെ ഞാൻ കണ്ടു, ഞാൻ എൻ്റെ കയ്യിൽ ലാസ്റ്റായിട്ട് എടുത്തിരുന്നു, എൻ്റെ ജെൻഡറൊക്കെ റിലീവ് ചെയ്യുന്നു, എൻ്റെ സെക്സിനെ കുറിച്ചിട്ടൊക്കെ പറയുമ്പോൾ ഇതൊന്നും അറിയാതെ അങ്ങനെ എല്ലാവരും മറച്ചു വെച്ചിരുന്നതാണ്. അമ്മയിൽ നിന്ന് മറച്ചു വെച്ചിരുന്ന കാര്യം പെട്ടെന്ന് സുകുമാർ പറഞ്ഞപ്പോൾ ആകെ ഷോക്ക്ഡായി. ലാസ്റ്റ് രണ്ടുപേരും കൂടെ ഒരുമിച്ചിരുന്ന് കരയാണ് ചെയ്യുന്നത്. അവിടെ ഈ സ്റ്റോറി എൻഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ ലാസ്റ്റ് റീഡേഴ്സിന് ഇൻ്റർപ്രറ്റ് ചെയ്യാം, ലാസ്റ്റ് അവർ ഒരുമിച്ചോ അതോ ശോഭ മറ്റു ഫ്ലാറ്റിലേക്ക് പോയോ, അത് റീഡേഴ്സിന് ഇൻ്റർപ്രറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഈ ഒരു സ്റ്റോറി എൻഡ് ചെയ്യുന്നത്. ഇതിൻ്റെ തീംസായിട്ട് നമുക്ക് ഗ്രീഫ് പറയാം, ലെസ് കമ്മ്യൂണിക്കേഷൻ, അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കുറവ് കാരണമാണ് ഇങ്ങനെ ആ ഒരു കുട്ടി മരിച്ചതിന് ശേഷം ഉണ്ടായ ഒരു ഇൻസിഡൻറ്റ്, അതൊക്കെയാണ് ഇതിൻ്റെ തീംസായിട്ട് പറയാൻ പറ്റുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ഷോർട്ട് സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. Thanks for watching.